വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ അച്ഛനെ പോയി വിളിച്ചിട്ട് പോവാ. കണ്ടിട്ട് ഇൻട്രോ എടുക്കാം. എന്താണ് എന്താ വീഡിയോ? പറഞ്ഞ പോലെ ഞാനിപ്പോ വലിയ ആളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എന്താ വീഡിയോ? എന്താണ് കളിക്കണ്ടെന്നാ? നീ എന്തിനാണ് അവനെ പിടിക്കണത്? നീ എന്തിനാ അവനെ നീ വീഡിയോ എടുക്ക. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവനെന്താണ് വന്നപ്പോ മുതല് എന്താണ്? എന്താ ക്രിക്കറ്റാ? ക്രിക്കറ്റാ? നീ എന്തിനാ ചൂടാവണം? എന്തിനാണെന്ന്? ആ അതന്നെ, രണ്ടാളും കൂടി ക്രിക്കറ്റ് എങ്ങനെ കളിക്കാൻ പറ്റും? എടാ നീ എങ്ങനെ സാങ്കല്പിക്കുന്ന പറയണത്? ഇത് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഈ ആകെ ഈ സ്ഥലമുണ്ട്, നീ ക്രിക്കറ്റ് കളിക്കാനും പോണത് എന്താ കാണിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? ഷേടാ അല്ല, ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കല്ലേ? ഇത് കട്ട് ചെയ്യല്ലേ? നീ ആദ്യമായിട്ട് ശരിക്കും ഒന്ന് നോർമലാവ്. ഷേടാ ആ ഞാന് ഒറ്റ അടി അടിച്ചല്ലേ നിന്നെ? ഇന്നലെ വല്ല ഇത് ഇപ്പൊ വരണവരെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എടാ അവനൊരു കൊച്ചുകുട്ടിയല്ലേ, നിന്റെ അനിയനല്ലേ? ശരി, നിനക്കെന്ന് നീ ആദ്യം നോർമലാവ്. നീ ദേഷ്യപ്പെടാണ്ട് നിക്ക. ആ ശരി. ആ അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ എഡിറ്റിംഗിൽ ചെയ്താൽ മതി കേട്ടാ. ക്രിക്കറ്റ് കളി എഡിറ്റിംഗിലാ? അതെങ്ങനെയാ ക്രിക്കറ്റ് കളി ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ആ വീഡിയോ ഓഫായി പോയടാ. ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഇല്ല, എനിക്ക് മനസ്സിലാവണില്ല. നീ ഇത് എങ്ങനെ എന്താണ് ആദ്യം ഐഡിയ പറഞ്ഞാ? ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റ. ആദ്യം നീ ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ പറയുന്നത്. ഇത്രയും നാള് നിങ്ങളുടെ വീഡിയോ ഞാൻ തന്നെയല്ലേ എടുത്തത്? ആ പിന്നെന്താ അച്ഛനോട് പോലും നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ ആ വന്നപ്പോ പോലെ ആ ചെറിയ പയ്യനെ നീ കൊച്ചിനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ നീ ആദ്യേ ഉണ്ണി ഒരു കാര്യം, ഇതെന്താടാ ഇവനെ? എടാ എന്ത് പറ്റിയടാ നിനക്ക്? ഷേടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ ആദ്യം ഒന്ന് നോർമലാവും. ക്രിക്കറ്റ് കളി എടുക്ക. ആദ്യം അച്ഛൻ്റെ അടുത്ത് ഐഡിയ പറ. അപ്പൊ അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേര് കൂടിയിട്ട് എങ്ങനെ ക്രിക്കറ്റ് കളിക്കാം? ഇവൻ ബോൾ ചെയ്യും, നീ ബാറ്റ് ചെയ്യും. അപ്പൊ ബാറ്റ് ചെയ്തു. അപ്പൊ എവിടെ ബാറ്റ് ചെയ്യും? എവിടെ പിച്ചാണ് എവിടെയും കാണിക്കുന്നത്? ബാറ്റ് എങ്ങനെ നീ ബാറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റും? ബോൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റും? വീഡിയോ എടുത്തുകൊണ്ടിരിക്കല്ലേ? വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ്. ക്യാമറ എനിക്ക് തീരെ തീർച്ചയില്ല. എവിടെ നീ പറ, നീ എവിടെ സെറ്റ് ചെയ്യണ്ടെന്ന് പറ. വേണ്ട അച്ഛൻ ചെയ്തരാ. നീ പറഞ്ഞാ മതി. നീ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേര് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം അങ്ങനത്തെ രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം.
അതൊക്കെ എഡിറ്റ് ചെയ്ത് കേറ്റും. അച്ഛൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്യും. എന്തെങ്കിലും വീണ്ടും കൂടും എന്തെങ്കിലുമൊക്കെ. എന്താണ് നീ ആദ്യം ഒന്ന് നോർമലാവ്. നോർമലായി ശരി എന്നാ സെറ്റ് ചെയ്യും. എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സെറ്റ് ഇതാ അപ്പു, ഞാൻ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. എന്താണ് അച്ഛൻ സെറ്റ് ചെയ്ത കുഴപ്പം? കുഴപ്പമുണ്ട്. സെറ്റ് ചെയ്തിട്ട് നീ എങ്ങനെ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ കളിക്കും ഞാൻ. അച്ഛനോടെ ക്യാമറന്റെ പുറകെ വന്ന് ക്യാമറ കട്ടാവുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. ഓക്കെ അതൊക്കെ ഉണ്ട്. അപ്പൊ ബോൾ ഇട്ട് ഞാൻ ബാറ്റ് ചെയ്യാം ആദ്യം. എവിടുന്ന് ഓടി ചെയ്യും? പറയണത് ഇത് ഞാനേ ശരി ശരി ഇങ്ങോട്ട് വാ പടി എന്റെ വീട്ടടാ ഇങ്ങോട്ട് വന്നിട്ട് നീ നോർമലായിട്ട് വീഡിയോ എടുക്ക്. ഇതൊക്കെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നീ തന്നെ ഓൺ ചെയ്തതാണ്. എൻ്റെ കയ്യിലിത് വടിയുണ്ട്. ഇനി അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത്. വീഡിയോ ഓണാണ് പക്ഷെ ആരും കാണണില്ല. എവിടെ വെക്കണോടാ സ്റ്റെപ്പ്? ഇവിടുന്ന് കാണാനില്ല. ഓക്കെ അല്ലേ? ഇതാ എടാ നീ ഇതൊക്കെ ഇന്നിപ്പോ അപ്പൊ ബാക്കിന്ന് ഓടിവാ. നീ ഇത്തിരി ബാക്കിൽ നിനക്ക് അച്ഛൻ്റെ ഈ ഞാൻ വടിയെടുത്തുണ്ട് കേട്ടാ. ആ അപ്പൊ അവിടെ അങ്ങോട്ട് ഓടി കയറി കേട്ടാ. നിനക്ക് നിന്റെ എന്ത് സാങ്കല്പിക നീ എങ്ങനെ ബാറ്റ് പിടിക്കണം? അപ്പൊ സ്റ്റമ്പൊക്കെ ബാറ്റ് സെറ്റ് ചെയ്യുമല്ലോ. സെറ്റ് എന്താണ് ഇവൻ പറയുന്നത്? എനിക്ക് ഇതുവരെ ഞാൻ ബാഹുബലി സിനിമ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നണം. നീ ആദ്യം നോർമലാവടാ. അച്ഛനെ ഓടാൻ മതി. അതെ ഈ കൊതുകടിയും കൊണ്ട് നിൽക്കുന്നത് ഇവിടെ ഇതാണ്. നോക്ക് കൊതുകടി നോടെ എന്ത് പറ്റിയടാ? എന്ത് പറ്റി? ഇവിടെ നിന്ന് കളിക്കും. ഇവിടെ നിന്ന് കളിക്കും. നീ അവിടെ പോയി കളിക്കും. ഗൈസ് അപ്പൊ ഇത്ര നേരം നിങ്ങൾ കണ്ടത് എൻ്റെ ഒരു അഭിനയാണ്. അയ്യോ ഗൈസ് കൊതും കടിച്ചു പ്രാങ്കാണെങ്കിൽ അടിപൊളിയായി. ഞാൻ വിചാരിച്ചു ഇവരെ എന്താ മാറിപ്പോയി എന്ന് വിചാരിച്ചു. എന്നെ കാണാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല. അപ്പൊ ഗൈസ് പ്രാങ്ക് ഒക്കെ സക്സസ് ആയി. ഞാൻ എങ്ങനെയൊക്കെ ഓടി കത്തിച്ച് അച്ഛനെയൊക്കെ ഞാൻ ഇട്ട് ഓട്ടിച്ചു വിട്ടാ അല്ലെ അപ്പു? അപ്പു ഇവിടെ നിൽക്ക്. അപ്പൊ അപ്പവും പ്രാങ്കായി, അച്ഛനും പ്രാങ്കായി. അപ്പൊ ഞാൻ സത്യത്തില് നീ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്
പ്രതീക്ഷിച്ചില്ലട്ടാ. അച്ഛനെ പോലെ നീ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞല്ലടാ. ഞാൻ പൊളിയല്ലേ ഗായ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രാങ്ക് ഇതായിരുന്നു അല്ലേ, എല്ലാം രണ്ടുപേരും പ്രാങ്ക് ആയി. അപ്പോ ഞാൻ വെറുതെ അങ്ങോട്ട് പ്രാങ്ക് ചെയ്തപ്പോഴ ഞാൻ ശരിക്കും ഗായ്സ്. അപ്പൊ അച്ഛന് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായി, എന്നിട്ട് എന്നിട്ട് ഓട്ടിച്ചൊക്കെ ചെയ്തു. എന്നിട്ട് അച്ഛൻ എന്റെ ബാക്കിൽ ഓടി. കിട്ടാത്തതിന്റെ കുഴപ്പമൊന്നും വിചാരിച്ച് അടിക്കാൻ പോയി. ഇതാണ് എന്റെ സാങ്കല്പിക ക്രിക്കറ്റ്. കൺക്ലൂഷൻ പറയാം, നന്നായി നല്ല രീതിയിൽ പറയാം. ശരി, അച്ഛടുത്തോന്നാ ക്യാമറ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ പ്രാങ്ക്. എല്ലാവരും